ഗൈസ്, ഇന്ന് എൻ്റെ വീടിൻ്റെ പാലാച്ചാണ്. അപ്പം ഇന്ന് എൻ്റെ വീടിൻ്റെ പാലാച്ചിൻ്റെ നമുക്ക് ഹോം ടൂർ നടത്തിയാലോ? എന്നാ വാ ഗൈസ്, മാളുവിൻ്റെ വീട്. നമുക്ക് ബാക്കി വിശേഷം അകത്ത് നിന്നിട്ടാണ്. ഇതാണ് ഫ്രണ്ട്. വർഷത്തെ ഡ്രീമായിരുന്നു ഇത്. ഹോളാണ്, ഒരു ലിവിംഗ് റൂമാണ്. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്. ടി വി വച്ചില്ല, ടി വി വച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ നമ്മൾ കാണിച്ചു ഓണർ ഗൈസ്, ഇത് ഓണറിന്റെ മോള്. ഇനി ബാക്കി എല്ലാ സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം. കുറെ ലൈറ്റ് ആയിട്ട് പക്ഷെ ഇവിടെ ഒരു കുഷൻ വരും. ഈ അടുത്ത് അച്ഛനാണ് ഹാങ്ങിങ്. ഇവിടെ ഞാൻ കുറെ ഇവിടെ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാം. ഇവിടെ ചെടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്നോ ഇരുന്നോ നമുക്ക് ഫുഡ് കഴിക്കാം പറ്റുന്ന ഒരു കൗണ്ടറാണ് വെക്കാം. ഇവിടെ സിങ്ക് ഉണ്ട്. ഇവിടെ ഇത് ഇപ്പൊ വെജിറ്റബിൾസ് കഴുകാനുള്ളതാണ്. പിന്നെ ഇത് അങ്ങനെ ആരെങ്കിലും ഡ്രോയറാണ്. ഇവിടെ കുറെ ഇത് നമ്മളെ ഗ്യാസ് ഇതൊരു വർക്കേരിയാണ്. വർക്കേരിയിലും ഉണ്ട് നമുക്ക് സിങ്ക്. ഇവിടെ നമുക്ക് പാത്രം കഴുകാം. അപ്പുറത്ത് വെജിറ്റബിൾസ് കഴുകാൻ സിങ്കാണ്. പിന്നെ നമ്മളെ പാലാച്ചായതുകൊണ്ട് അതിന്റെ പായസമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ട് ഏട്ടൊരു സ്റ്റൗ. ഒന്നും കൂടെ പറയണേ, ഒന്നുകൂടെ. പിന്നെ കുറച്ച് ഡ്രോയർ പോലെ സാധനമുണ്ട്. അപ്പം ഇവിടെ കിണറുണ്ട്. കിണറിന്റെ ഫുൾ വെച്ചിട്ടില്ല, പകുതി വെച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ ഇവിടെ വല്ല ചെടിയൊക്കെ നോക്കിയോ മഴ പെയ്യുമ്പോഴോ ഇവിടെ നിൽക്കാൻ നല്ലൊരു സ്പേസ് പോലത്തെ സാധനം. പിന്നെ നല്ല ഇങ്ങനെ നിര ഇരിക്കാൻ ചെടീൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ്. അപ്പൊ ഇങ്ങനെ മഴ പെയ്യുമ്പം ഇവിടെ നല്ല രസമാണ്. പൊട്ടിയ പോലത്തെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വരുമ്പോൾ തന്നെ നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഫോട്ടോ. ഇന്നലെ രാത്രി നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാ. നല്ല രസമാണ്. പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയ ഡ്രോയർ, നല്ല ഇഷ്ടപ്പെട്ടുണ്ട് ഈ ഡ്രോയർ. പിന്നെ ഇവിടെ മെഡിസിന്റെ കട്ടിലാകുമ്പോ നല്ല രസമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കുറിച്ച് പോകും. നെക്സ്റ്റ് നമ്മള് വിളക്ക് നമ്മള് പാലാച്ചിലാണ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഈ മിറർ നമുക്ക് ഫുള്ളോടെ കാണാം. എന്റെ ചേട്ടനാണ്. അപ്പൊ ഇവിടെ ഷെൽഫാണ്. ഈ ഷെൽഫ് കുറെ സോപ്പ് പെട്ടിയില അതൊക്കെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നല്ല അടിപൊളി ബാത്റൂമാണ്. ബാമ്പു ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകത ഉണ്ട്. അത് മോളിൽ പോകുമ്പോഴേ നമ്മള് പറയുള്ളൂ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് മെയിൻ വാഷ് പ്ലേസ് ആണ് ഇത്. പിന്നെ ഇവിടെ നമ്മളെ വെള്ളം നമ്മളൊരു മീനിനെ വളർത്താൻ വേണ്ടി ഓക്സിജൻ വെള്ളം നല്ല വെള്ളം കേട്ടോ. എല്ലാരും വീട് കണ്ടോണ്ടിരിക്കാണ്. എന്തെങ്കിലും പറഞ്ഞോളൂ. അടിപൊളി, സൂപ്പർ വീട്. സൂപ്പർ. എന്തെങ്കിലും പറയാനോ? ഒന്നുമില്ല, അടിപൊളി വീട്. ഇവിടുത്തെ ലൈറ്റ് ആയിരുന്നുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് ലൈറ്റ് വരുമ്പോ മേളിൽ എത്തുമ്പോ നമ്മൾ തന്നെ നമുക്ക് വീണ്ടും ഒരു മിറർ കാണാൻ പറ്റും. എല്ലാ ഇതേപോലെ തലമുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ ആരും ക്യാമറ വരില്ലേ. 2, 3 ഇവിടെ നമ്മള് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അടിയിൽ ഗ്ലാസ്. അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം താഴെ എന്തുകൊണ്ട് ഗ്ലാസ് വെക്കാത്തെന്ന് വെച്ചാ അവിടെ ഇല വീഴുമ്പോ നമുക്ക് വൃത്തിയാക്കണം എന്ന് വെച്ചാ ഇത് നല്ല വളരും, മണ്ട വരെ വളരും കഴിച്ചു. അതുകൊണ്ടാണ് നമ്മള് താഴെ ഗ്ലാസ് വെക്കാത്ത. പക്ഷെ അവിടെ കല്ല് വെച്ച് അരച്ചിട്ടുണ്ട്. സെറ്റാണ് ചേട്ടാ. ചേട്ടൻ റൂം ഇത് എന്റെ റൂമല്ല, ഇത് എന്നെ ഋതുവിന്റെ റൂമാണ്. ഓക്കെ. അപ്പോ നമ്മള് റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീട്ടിലെ ഏറ്റവും നല്ല റൂം ഈ റൂമാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കുമ്പോ ഫുള്ള് മലയാണ്. അതെ ഗൈസ്, കണ്ടോ. അപ്പൊ ഇത് ഉഡനിലാണ് വന്നേക്കണ പാറ്റേൺ ഫുള്ള്. പിന്നെ ഇതും കുശ അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മോഡേണാണ്. ഇത് തുറക്കാം ഗൈസ്, നമുക്ക് ഇത് തുറക്കാം. അതാണ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. വന്നിരിക്കുന്നത് പിങ്ക് തീം റൂമാണ്. ഞാൻ വിളിക്കുന്നത് പിങ്ക് കളർ. എന്റെ സ്റ്റഡി ടേബിൾ ആണ്. ഇപ്പൊ അപ്പുറത്താണ് എന്റെ റൂം. അപ്പൊ ഇവിടെ വന്ന് ഞാൻ പഴയ പിങ്ക് വെച്ചത് എനിക്ക് എന്തെന്ന് അറിയില്ല. അപ്പൊ നല്ല പിങ്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് വന്നേക്കണ. ഇത് മൈക്ക
ഫുൾ മൈക്കയിലാണ് ചെയ്തേക്കുന്നത്. ബട്ടർഫ്ലൈന്റെ ലൈറ്റ് ഉണ്ട് രാത്രി കാണുമ്പോ അത് മാത്രം നമുക്ക് ഇട്ടാൽ. ഇവിടെ ബാത്റൂം സെറ്റ് ആണ്, നല്ല കളർ ബാത്റൂം. എല്ലാ റൂമും ഇങ്ങനെയല്ല, പക്ഷെ കിടിലാണ്. അടുത്ത എന്ന് വെച്ചാൽ മണ്ടയിലാണ്. ഇവിടെ ഫുൾ ഇതാണ് ഇവിടെ വാർഡ്രോപ്പ്, ഡ്രസ്സ് മാറ്റാനുള്ള സ്ഥലമില്ല. വേണ്ട ഫുൾ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഷൻ ഉണ്ട്, നമുക്ക് ഇവിടെ ഇട്ട് മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ ചായ കുടിക്കാം. അതെ അതെ വേണ്ട ഫുഡ് ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്, ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ചേർത്തിട്ടിട്ടില്ല, അതാണ് മെയിൻ കാര്യം. ഇവിടെ സിറ്റ് ഔട്ട് ആണ്, എന്ന് വെച്ചാൽ നമ്മളെ രണ്ടാമത്തെ നിലയിലെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാം, ടെറസിൽ പോണ വഴി. അപ്പൊ ഇവിടെ പക്ഷെ ഗൈസ് അത് രാത്രിയായിരിക്കും നമ്മള് ടെറസിന്റെ വീഡിയോ എടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പം വെള്ളം പിടിച്ച എല്ലായിടത്തും വെള്ളമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ നീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഓക്കെ ബൈ. ദിസ് ഈസ് അല്ലു, ദിസ് ഈസ് ഹൃതിക.